നല്ല മുഞ്ചുള്ള താമരച്ചുണ്ട്. ബദറത്ത പെണ്ണിന്റെ കൽബിൽ റബ്ബ് കുതിരത്തോളിപ്പിച്ചു ചേലിൽ. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ്. ഒത്തൊരുമിച്ചാണ് ആഘോഷം. പുഞ്ചിരി തൂകുമാ സുന്ദരി പേരും ഹൂറി പൂമകൾ ഫാത്തിമ. കുട്ടിക്കാലത്തെ പെരുന്നാളായിരുന്നു ഏറ്റവും നല്ല ഹരം. അന്ന് മാസം കാണുമെന്ന് വിചാരിച്ചിട്ട് മൈലാഞ്ചി നുള്ളാൻ വേണ്ടി രാവിലെ തന്നെ മൈലാഞ്ചി നുള്ളാൻ വേണ്ടി പോവും. എല്ലാവരും കൂടെ, അടുത്ത വീട്ടിലുള്ള എല്ലാവരും കൂടി മൈലാഞ്ചി നുള്ളി കൊണ്ടുവരും. എന്നിട്ടത് അമ്മിമേൽ ഉമ്മ അരച്ച് തരും. നമ്മളെ ചക്കൻ്റെ വിളഞ്ഞീനെടുത്തുകൊണ്ട് ഉരുക്കിയിട്ട് നമ്മൾ ഇടും. അതൊക്കെ ഇത് വല്ലാത്തൊരു ഓർമ്മയാണ്. നമ്മൾ വീട്ടിൽ എല്ലാ ഭക്ഷണം ഉണ്ടാക്കിയാലും അത് അടുത്ത വീട്ടിലേക്ക് എത്തിക്കുക, അങ്ങനെ എല്ലാവരും കൂടിയിരുന്ന് അത് കഴിക്കുക. നല്ലൊരു സ്നേഹം വിളിച്ചോതുന്നൊരു പെരുന്നാളാണ്. മൈലാഞ്ചി മണമുള്ള ഓർമ്മകളും സ്നേഹത്തിന്റെ കൂട്ടുള്ള രുചികളുമെല്ലാം കൊണ്ട് സമ്പന്നമാണ് ഈദ്. പെരുന്നാളിൽ നിന്ന് സ്പെഷ്യലായി ഉണ്ടാക്കിയത് പഴയ കാലത്തൊരു അടയാണ്, ഇലയട എന്ന് പറയും. അതിൻ്റെ കുട്ടിക്കാലത്ത് വല്യമ്മ മാസം കണ്ടപ്പോൾ ഉണ്ടാക്കാറുണ്ട്. അത് ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം അരിപ്പൊടി വെള്ളം തിളപ്പിച്ച് നന്നായിട്ട് വാട്ടിയെടുക്കുക. അതിന് നന്നായി ഉപ്പിട്ടിട്ട് വാട്ടിയെടുക്കുക. എന്നിട്ട് കുഴച്ചിട്ട് അതിൻ്റെ ഫില്ലിങ് തേങ്ങ ചിരവി, ശർക്കര, ഏലക്ക പൊടിച്ചതും ചെറിയ ജീരകം കുറച്ചിട്ടിട്ട് നന്നായിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് തേങ്ങ വിളയിച്ചെടുക്കുക. എന്നിട്ട് പ്രസ് വെച്ചിട്ട് അത് ഓരോരോ ഉരുളെടുത്തിട്ട് ഓരോ ബോൾസ് എടുത്തിട്ട് അത് പരത്തി ആ ഇലയിൽ വെച്ചിട്ട് ഫില്ലിങ് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കും. അത് പഴയ കാലത്ത് വല്യമ്മ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. ഇപ്പോഴും ഞാനത് ഉണ്ടാക്കാറുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. കിനാവിന്റെ കഥക് തുറക്കുന്ന മദ്രിബമദായിനി പരിമളഗാത്രേ. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.